and ketchup. You are watching television newspaper. വയനാട്ടിലെ ലക്കിടിയിൽ വെച്ച് CP ജലീൽ എന്ന മാവോയിസ്റ്റിനെ പോലീസ് വെടിവെച്ചു കൊന്നത് ന്യായമാണോ എന്നതാണ് പ്രധാനമായും എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പെട്ടെന്ന് സംസാരിച്ചോളൂ, വളരെ പെട്ടെന്ന്. ഈ സംഭവത്തെ നമ്മൾ കാണുന്നത് ഞങ്ങളുടെ നിലപാട് KN ഗോപിനാഥൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPIM, ഈ രാജ്യത്ത് ജനാധിപത്യവും അതുപോലെ തന്നെ മതനിരപേക്ഷതയും സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇത് ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ള തണ്ടർബോൾട്ട് എന്ന് പറയുന്ന ഇത് ഫോഴ്സ് രൂപീകരിച്ചിട്ടുള്ളത് ഭീകരപ്രവർത്തനങ്ങൾ, അതുപോലെ രാജ്യത്തെ എടുക്കുന്ന ഇതുപോലുള്ള ശക്തികളെ അവരെ അതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഈ ഒരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൽ ഒരു കൊലപാതകം ഒരാൾ മരിച്ചു. അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. അതിന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്റെ സംശയമല്ല, ഈ ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഗുജറാത്തിലെ പോലീസ് വെടിവെച്ച ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന് പറയും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അങ്ങനെ പറയാത്തത് എന്താ? വ്യാജ ഏറ്റുമുട്ടലാണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അന്വേഷിക്കാമെന്ന് പറഞ്ഞല്ലോ. കൊന്നത് ന്യായമാണോ എന്നാണ് ചോദ്യം. കൊന്നത് ന്യായമല്ല. നിരായുധനായ ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനെ വലിയ ശക്തിയായിട്ട് കീഴ്പ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഒരു വെൽ പ്ലാൻഡ് ഡ്രാമ എന്നേ പറയാനുള്ളൂ. ബത്തേരിലും പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും മീനങ്ങാടിലും എല്ലാം മാവോയിസ്റ്റ് സാന്നിധ്യം കുറെ കാലങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതുവരെ ഇന്റലിജൻസിന്റെ പരാജയമല്ല ഇത്. രണ്ടാമത്തെ കാര്യം, സാക്ഷാൽ കളക്ടറെ പാലക്കാട് കളക്ടറേറ്റിൽ 6 മണിക്കൂർ ബന്ദിയാക്കിയിട്ടും ഒരു എൻകൗണ്ടർ ഉണ്ടായില്ല, ഒരാളെ വെടിവെച്ച് മരിച്ചില്ല. ഇവിടെ എന്തുകൊണ്ട് നൂലുണ്ട കൊണ്ടുവന്ന് തണ്ടർബോൾട്ട് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായതാണോ? അല്ലല്ലോ, നേരത്തെ ഉണ്ടായതല്ലേ. ആഴ്ചകൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു വീട്ടില് പിന്നെ മാവോയിസ്റ്റുകൾ എത്തുകയും അവിടെ തോക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഈ തണ്ടർബോൾട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നോ? അന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അങ്ങനെയാണെങ്കിൽ ഇന്ന് നടത്തത്തില്ലായിരുന്നല്ലോ. അന്ന് ഇതിനെ കുറിച്ച് പരാജയമാണ് എന്ന് പറഞ്ഞ ചാനൽ ചർച്ചകൾ പറഞ്ഞവരാണ് ഇവരെല്ലാം. അന്ന് മാവോയിസ്റ്റ് വീട്ടിൽ വന്ന് അരി ചോദിക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന തണ്ടർബോൾട്ട് റിസോർട്ടിൽ വന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ അതല്ല സാർ പറഞ്ഞത്. ഇവിടെ മാഡം പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ചോദ്യം മാഡം ചോദിച്ചത്. വേണം പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും അന്ന് ഈ തണ്ടർബോൾട്ടുകാര് ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അന്ന് ആ വീട്ടിൽ വന്നെന്നും അവര് വീഡിയോ എടുത്തതുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടതാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും കണ്ടതാണ്. 3 പേര് വരികയും അതിനകത്ത് സ്ത്രീകളുണ്ടായിരുന്നു. അവർക്ക് തോക്കിന്റെ ഉപയോഗം പറഞ്ഞു കൊടുത്തതുമാണ്. ഇവിടുത്തെ അടിസ്ഥാന വിഷയങ്ങൾ ഈ 2 മുന്നണികളും ഇതിന് ഉത്തരവാദികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ, നക്സലൈറ്റുകളെ സംബന്ധിച്ചുള്ള മാവോയിസ്റ്റുകളെ സംബന്ധിച്ചുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഈ ആദിവാസി പറയട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിപ്രായ പ്രകടനം നടത്തി കേരളത്തെ സംബന്ധിച്ച്, അട്ടപ്പാടിയെ സംബന്ധിച്ച്. അവിടെ പട്ടിണിയാണെന്ന് അന്ന് ഇവരൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് തെളിഞ്ഞു അവിടെ പട്ടിണി മരണം ഉണ്ടായി. മധുവിന് വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ട് പോരാട്ടത്തിൽ മധു കൊല്ലപ്പെട്ടു. വിശപ്പടക്കുന്നതിന്റെ പോരാട്ടത്തിൽ മധു കൊല്ലപ്പെട്ടു. ശ്രീ രാവുണ്ണി, ചേർത്തലയിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണങ്ങൾ കൂടിയാണ് അങ്ങ് കേട്ടത്. പക്ഷെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെ ആശയപരമായി എതിർക്കുന്നവരും ഈ ഒരു കൊലപാതകത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് മാത്രം മനസ്സിലാവാതെ പോകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് എന്നുള്ള പദം അവർ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭരണവർഗ പാർട്ടിയായി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഈ എല്ലാ രാഷ്ട്രീയക്കാരും, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കലവറയില്ലാതെ പോലീസിൻ്റെ നടപടികളെ ന്യായീകരിക്കുന്നത്. സന്ദർഭോചിതമായി അവർ ചിലപ്പോൾ ഇവിടെ നടന്നാൽ ഭരണപാർട്ടിക്കെതിരായി ഇവിടെ നടക്കുന്ന പോലീസ് അതിക്രമത്തെ എതിർക്കും. അതേസമയത്ത് മറ്റ് സംസ്ഥാനത്തിൽ അവരാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ ന്യായീകരിക്കും. ഇങ്ങനെ ഒരു ശക്തമായ അവസരവാദ നിലപാടാണ്
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ മാവോയിസ്റ്റ് പ്രസ്ഥാനം വളരാൻ 70 വർഷക്കാലമായി ഇവിടെ നടപ്പിലാക്കിയ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളാണ് അടിസ്ഥാനപരമായി. അതിന് പരിഹാരം കാണാൻ ഇന്നേ വരയ്ക്കും ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനോ പാർട്ടികൾക്കോ അവരുടെ പദ്ധതികൾക്കോ കഴിഞ്ഞിട്ടില്ല. 2, മറ്റൊന്ന്, ഈ അടിസ്ഥാനപരമായി വർഗങ്ങളുടെ താല്പര്യമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ അയക്കുന്ന പ്രതിനിധികളായിട്ടുള്ള മന്ത്രികളോ പ്രതിനിധികളോ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മാറി മാറി പോലീസിനെ ന്യായീകരിക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാവുന്നത്. അടിസ്ഥാനപരമായി അവർ മാവോയിസത്തെ ലാസ്റ്റ് കമന്റ്. അത് കരുളായി വനത്തിൽ 2 മാവോയിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി പറഞ്ഞ ഒരു വാക്കുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം: പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കൺക്ലൂഷൻ. പോലീസിനെ സംരക്ഷിക്കുക, പൊതുജനങ്ങളെ അവിശ്വസിക്കുക, അതിന് മാവോയിസ്റ്റുകളെ കൊല്ലാനാണെങ്കിൽ കൊല്ലുക, ഇതിനപ്പുറത്ത് വേറെയൊന്നുമില്ല. കൽബുർഗിയോ ഗൗരി ലങ്കേഷ്കറോ പൻസാരിയോ കൊല്ലപ്പെടുമ്പോൾ അത് ഭയങ്കരമായ ജനാധിപത്യ വിരുദ്ധതയും, തങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങളൊക്കെ വളരെ ന്യായവുമെന്ന് കരുതുന്ന അങ്ങേ തലക്കൽ അപഹാസ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുള്ളതാണ്. കീഴാറ്റൂർ വയൽ നികത്തുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തകർക്കാതിരിക്കാനാണോ തണ്ടർബോൾട്ടിന്റെ ഈ ഒരു കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? ലാസ്റ്റ് കമന്റ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം കുടുംബം പറയുന്നുണ്ടെങ്കിൽ അത് കേരള ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഞാനിവിടെ അഡ്വക്കേറ്റ് രാവുണ്ണി എല്ലാം ഇവിടെ വിശദീകരിക്കുന്നത് പോലെ എന്താ എക്കോ വരുന്നേ? അഡ്വക്കേറ്റ് രാവുണ്ണി ഇവിടെ ആവർത്തിച്ചു തുടക്കം മുതൽ അദ്ദേഹം ചർച്ച ചെയ്തതുപോലെ അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിലൊരു രാഷ്ട്രീയ പ്രതിസന്ധിയും മറച്ചുവെക്കാൻ മാവോയിസ്റ്റുകളെ കൊല്ലേണ്ട കാര്യമൊന്നും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനില്ല. മാവോയിസ്റ്റുകളടക്കം രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അവരുടെ പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് യഥാർത്ഥ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് ജനങ്ങൾ ഇടപെടുന്ന രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അവിടെ അത് മനസ്സിലാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ വിള്ളൽ ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഈ അതിക്രമത്തെ സംബന്ധിച്ച ന്യായമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിലെ പരിസ്ഥിതി, പൗരാവകാശ, മനുഷ്യാവകാശ പ്രവർത്തകർ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇനിയും ആവർത്തിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ IPT പോലുള്ള ഒരു അന്വേഷണ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യൻ പീപ്പിൾസ് ട്രിബ്യൂണൽ അത് നിലവിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ ഈ ഘട്ടത്തിൽ താങ്കൾ? ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കസ്തൂരിദേവൻ വക്കീൽ പറഞ്ഞ പോലെ പോലീസിന്റെ ആത്മവീര്യത്തിനെ ചോദ്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് പിണറായി വിജയൻ നിലമ്പൂർ 2 മനുഷ്യന്മാരെ വെടിവെച്ച് വന്നതിന് ശേഷം പറഞ്ഞത്. അങ്ങനെ പോലീസിന്റെ ആത്മവീര്യം എന്ന് പറഞ്ഞ ഇയാൾ പൊക്കി പിടിക്കുന്നത് ജലീലടക്കം 22 മനുഷ്യരെ ഇവർ തല്ലിക്കൊന്നതിന്റെ, പോലീസ് ടയർ മോഷ്ടിച്ചതിന്റെ പേരിൽ പോലും ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പലതും പറയാതിരുന്നതും സോഷ്യൽ മീഡിയയിലും പല ഓൺലൈൻ ചാനലുകളും എല്ലാം പറഞ്ഞതും ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഈ ഇരിക്കുന്ന കക്ഷി രാഷ്ട്രീയക്കാർ മൊത്തം CPM-ഉം കോൺഗ്രസും BJP എല്ലാവരും എല്ലാ വേദിയിലും ജനാധിപത്യത്തിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ജനാധിപത്യം ബാധകമല്ല. ഒരു മനുഷ്യനെ നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊന്നിട്ട്, നിരായുധനായ ഒരു മനുഷ്യനെ ഏകപക്ഷീയമായി വെടിവെച്ച് കൊന്നതിന് ശേഷം ഇവിടെ ഇരുന്ന് ന്യായീകരിക്കുകയാണ്. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ജുഡീഷ്യൽ അന്വേഷണം വിമോചനത്തെ സ്വപ്നം കാണേണ്ടത് തോക്കിൻകുഴലിലൂടെ അല്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ അവരെ തിരിച്ചെതിർക്കേണ്ടതും തോക്കിൻകുഴലിലൂടെ അല്ല എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആത്മവീര്യം ജനങ്ങളുടേതാവണം, ജനാധിപത്യത്തിൻ്റെതാവണം. ചർച്ച അവസാനിക്കുന്നു. വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.
watching 24 from News Headquarters, Kochi.